ഹായ് ഓൾ, ഇന്ന് ഞാൻ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു ബലൂൺ ഷവർമയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഷവർമയുടെ ടേസ്റ്റിൽ വരുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബലൂൺ ഷവർമ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ചൂടായിട്ടുള്ള പാലെടുക്കരുത്, ഇളം ചൂടിലുള്ള പാൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഈ മിക്സ് ഒന്ന് പൊങ്ങി വരാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും അതുപോലെ 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഇനി കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ കൂടി ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താലേ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് നമുക്ക് പൊങ്ങാനായിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അറേബ്യൻ മസാല പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിൽ എല്ലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഒരല്പം പൊടി തടവിയിട്ട് അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാവ് ഒന്ന് ഈക്വലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഓരോ പാർട്ടും ഏകദേശം ഒരു കോഴിമുട്ടയുടെ സൈസിലുള്ള മാവായിട്ട് വരണം. ആ ഒരു തരത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ഇതുപോലെ വെള്ള കളറിലുള്ള എള്ളിൽ ഇതൊന്ന് നന്നായിട്ട് അമർത്തി ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഈ എള്ള് കംപ്ലീറ്റ് ആയിട്ട് ഈ മാവിൽ കോട്ട് ചെയ്ത് വരും. ഇനി ഈ മാവ് എള്ളിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ പോലെ ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തിയെടുക്കണ്ട, ഒരല്പം കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ 4 പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയാവുകയും വേണ്ട, എന്നാൽ നന്നായിട്ട് തിന്നാവുകയും ചെയ്യരുത്. ഇതുപോലെ ബാക്കിയുള്ള മാവും ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ 4 പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ മാവും മുറിച്ചെടുത്തതിന് ശേഷം ഇതൊരു 2 മണിക്കൂറെങ്കിലും പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കും എല്ലാ പീസസും നന്നായിട്ട് പൊങ്ങി ഇതിൻ്റെ കട്ടിയൊക്കെ നന്നായിട്ട് കൂടി വരും, ഒരു ഡബിൾ തിക്നെസ്സിൽ വരും. അതുകൊണ്ടാണ് ഫസ്റ്റ് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ പരത്തരുതെന്നും എന്നാൽ ഒരുപാട് തിന്നായിട്ട് പരത്തരുതെന്നും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ പീസസും ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കക്കരിയാണ്. അതിനുള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതും പിന്നെ ഒരല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഈ ചിക്കൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പച്ചക്കറികളിലൊന്നും വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ മിക്സ് ഒരുപാട് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴേക്കും നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസസൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ പീസസൊക്കെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബലൂൺ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്
ചട്ടകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിന് മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നല്ല ചൂടായിട്ടുള്ള എണ്ണ ഇതിന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇത് നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല ഫ്രൈ ആയി വരും. അതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അതിന് പകരം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ സാവധാനം ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ബാക്കി എല്ലാ പീസസും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ബലൂൺ ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബലൂൺ പോലെ തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇപ്പോൾ ഇതാ ബലൂൺ ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാലറിയാം നല്ല പൊങ്ങി നല്ല ഗുണ്ടുമണി ബ്രെഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഫ്രൈ ചെയ്തതിന് ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോർണറിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് സെൻറ്ററിലായിട്ടൊരു സ്പേസ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫില്ലിങ് വെക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കയ്യിൽ ലെറ്റസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കാം. ലെറ്റസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. വെച്ചാൽ ഒന്ന് ഭംഗിയായിരിക്കും, അതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ കെച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ 2-3 ഡ്രോപ്സ് കെച്ചപ്പ് കൂടി ഇതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ബലൂൺ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി ബ്രെഡ് കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇഫ്താർ ടൈമിലും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.